+2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത ചാർജുകളെ കുറിച്ചുള്ള പഠനം. അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് കറന്റ് ഇലക്ട്രിസിറ്റിയാണ്. കറന്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് പെർ സെക്കൻഡ് ആണ്. അതായത് ചലിക്കുന്ന ചാർജുകളെ കുറിച്ചുള്ള പഠനമാണ് കറന്റ് ഇലക്ട്രിസിറ്റി. പക്ഷെ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. എന്തൊക്കെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകതകൾ ഇവയെ കുറിച്ചാണ്. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ചാപ്റ്ററാണ്. ഓർമ്മ ഉണ്ടോ? ഇവിടെ നോക്കി നോക്കൂ, ഈ ചിത്രത്തിൽ 2 കുട്ടികളുണ്ട്. വ്യക്തമാണോ എന്നറിയില്ല. ആ കുട്ടിയുടെ മുടി ഇങ്ങനെ മേലേക്ക് എഴുന്നു നിൽക്കുന്നുണ്ട്. നല്ല ഇരുണ്ട മഴക്കാറുള്ള ഇടിയും മിന്നലൊക്കെ ഉള്ള ഒരു സമയത്തുള്ള എടുത്ത ഒരു ഫോട്ടോയാണിത്. ഇതിൽ ഈ കുട്ടികളുടെ മുടി ഇങ്ങനെ മേലേക്ക് എഴുന്നു നിൽക്കുന്നുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അതായത് ക്ലൗഡിൽ ധാരാളം ചാർജസ് വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാർജ് ഓപ്പോസിറ്റ് ചാർജായ ഈ കുട്ടിയുടെ മുടിയിലുള്ള ചാർജ് അതിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവ പരസ്പരം അട്രാക്ട് ചെയ്തിട്ടാണ് ഈ മുടി ഇങ്ങനെ എഴുന്നു നിൽക്കുന്നത്. ഈ ഫോട്ടോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ്നിങ് ഉണ്ടാവുകയും കുട്ടി താഴെ വീഴുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഒരു സ്കെയിലോ പേനയോ എടുത്തിട്ട് തലയിൽ അല്പനേരം ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ചെറിയ പീസ് ഓഫ് പേപ്പറിൽ കാണിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു വാട്ടർ സ്ട്രീമിന്റെ അടുത്ത് കാണിച്ചാൽ ആ വെള്ളം ഗതി മാറി ഒഴുകുന്നത് കാണാം. അല്ലെങ്കിൽ ഈ പേപ്പർ എന്ത് ചെയ്യും, ഈ സ്കെയിൽ പേപ്പേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് കാണാം. ഇതിനെല്ലാം പിന്നിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അതായത് ഇവിടെ നടക്കുന്ന സയൻസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ റബ്ബ് ചെയ്യുന്ന വസ്തുവിലുള്ള ഉണ്ടാവുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, റബ്ബ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് തെർമൽ എനർജിയായി മാറും. അതുകൊണ്ടാണ് ചൂടാവുന്നത്. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഇവയിലുള്ള ഈ റബ്ബ് ചെയ്യുന്ന മുടിയിലും അതുപോലെ തന്നെ സ്കെയിലിൽ അല്ലെങ്കിൽ പേനയിലുള്ള ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, വേറിട്ട് പോരും. അങ്ങനെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നവയ്ക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോണുകൾ ലഭിക്കുന്നവയ്ക്ക് പോസിറ്റീവ് ചാർജും കിട്ടും. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നടത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. രണ്ടാമത് നമ്മളിപ്പോൾ ചാർജസിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ കംപ്ലീറ്റ് പഠിക്കുന്നത്. അപ്പോൾ ചാർജസിനെ കുറിച്ചിട്ട് എന്താണ് ചാർജ്, എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്, അത് നോക്കും. അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജസ് ആൻഡ് മാസ്. കാരണം മാസും ചാർജും എന്ന് പറയുന്നതാണ് ഒരു മാറ്ററിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ്. അതിൽ കോണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് വരും. കോണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ചാർജുകൾ എപ്പോഴും എന്താണ് ഇന്റഗ്രൽ നമ്പർ ആയിട്ടായിരിക്കും വരിക എന്നർത്ഥം. അതായത് ഇപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു പേന വാങ്ങുകയാണെങ്കിൽ 1 പേന തരൂ 2 പേന തരൂ എന്നല്ലേ പറയാ, 1.5 2.5 പേന അങ്ങനെ പറയാറില്ലല്ലോ. അതുപോലെ ചാർജും എപ്പോഴും ഈ കോണ്ടങ്ങളായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നർത്ഥം. പിന്നെ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എത്രയാണോ അതന്നെയായിരിക്കും എപ്പോഴും ആ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അവിടെ ചാർജ് ട്രാൻസ്ഫറിങ് നടക്കും, എങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ് എപ്പോഴും അവിടെ ഈക്വൽ ആയിരിക്കും എന്ന്. പിന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് പിന്നെ നോക്കുന്നത്. അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലുള്ള ആകെ ചാർജ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും തമ്മിൽ ആഡ് ചെയ്തതായിരിക്കും എന്ന്. പിന്നെ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ. എങ്ങനെയൊക്കെ വസ്തുക്കളെ ചാർജ് ചെയ്യാം എന്നതാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ചാർജിങ് ബൈ കണ്ടക്ഷൻ വരും, രണ്ടാമത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, മൂന്നാമത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ബോഡികളെ തമ്മിൽ അടുപ്പിച്ച് വെച്ചിട്ട് ടച്ച് ചെയ്യിപ്പിച്ചിട്ട് ചാർജ് ചെയ്യുന്നതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയെ ചാർജുള്ള ഒരു ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരും വിത്തൗട്ട് ടച്ചിങ്. അങ്ങനെയുള്ള ചാർജിങ് ആണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ.
പിന്നെ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, അതായത് നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ രണ്ട് വസ്തുക്കളെ തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്, അതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Electrostatics. Electrostatics is a branch of physics which deals with the study of properties of electric charges at rest. മൂവിങ് ചാർജസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് കറന്റ് ഇലക്ട്രിസിറ്റി. ഇവിടെ സ്റ്റാറ്റിക് ആയ ചാർജസിനെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇനി ചാർജസ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇൻട്രിൻസിക് പ്രോപ്പർട്ടി is a property of a system or material itself or within. ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അന്തർലീനമായിരിക്കുന്ന ഗുണങ്ങളാണ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അതിനുള്ളിലേക്ക് ഇനി ഒരു പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയാം. ചാർജ് is an intrinsic property of matter like mass. ഇതില് electrons have negative charge, protons have positive charge and neutrons are chargeless particles. Equal charges repel each other. അതുപോലെ പോസിറ്റീവും അടുത്തേക്ക് വന്നാൽ അവ തമ്മിൽ പരസ്പരം വികർഷിക്കും. നെഗറ്റീവും അടുത്തേക്ക് വന്നാലും വികർഷണം അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവും. അൺഈക്വൽ ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. എന്നാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും കൂടി അടുത്തേക്ക് വന്നാൽ അവ പരസ്പരം അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെ ചാർജിനെ പറ്റി പറയുകയാണെങ്കിൽ സിംബൽ ഓഫ് ചാർജ് ക്യൂ ആയിരിക്കും. SI യൂണിറ്റ് ഓഫ് ചാർജ് കൂളോം. ചാർജ് ഈസ് എ സ്കേലർ ക്വാണ്ടിറ്റി. സ്കേലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി പറയാൻ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആവശ്യമുള്ളൂ, ദിശ ആവശ്യമില്ല. ഇത്ര ചാർജ് ഏത് ദിശയിലേക്ക് ഒഴുകി അത് പറയേണ്ട. ചാർജ് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതന്നെ ഈ ചാർജിനെ നോക്കിക്കോ. അൻ ഒബ്ജക്ട് ക്യാൻ ബി ചാർജ്ഡ് ബൈ ആഡിങ് ഇലക്ട്രോൺസ് ടു ഇറ്റ് ഓർ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം ഇറ്റ്. നമുക്കൊരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ കഴിയും. എങ്ങനെ? അതിലേക്ക് ഇലക്ട്രോണുകളെ ആഡ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ നിന്നും ഇലക്ട്രോണുകളെ റിമൂവ് ചെയ്തിട്ടും ഒരു ഒബ്ജക്റ്റിനെ, ഒരു വസ്തുവിനെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഇതൊരു ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു പ്രോട്ടോൺ ഉണ്ട്. ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഔട്ടർ ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺ വിട്ടുപോയാൽ നമുക്ക് പറഞ്ഞൂടെ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും ഒരു നെഗറ്റീവ് ചാർജ് നഷ്ടമായി എന്ന്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞൂടെ. ഇനി ഈ പോണ പോക്കില് ഈ ഇലക്ട്രോണിനെ മറ്റൊരു ആറ്റം അട്രാക്ട് ചെയ്താൽ ആ ആറ്റത്തിന് ഒരു നെഗറ്റീവ് ചാർജ് ലഭിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ an object can be charged by adding electrons to it or removing electrons from it. Charge and mass are fundamental properties of matter. ചാർജും മാസും ഒരു മാറ്ററിന്റെ അടിസ്ഥാന ഗുണങ്ങളാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചാർജും മാസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. ചാർജ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചാർജ് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. പക്ഷേ മാസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. മാസ് എപ്പോഴും പോസിറ്റീവായിട്ടേ പറയാറുള്ളൂ. ചാർജ് ഈസ് കൺസേർഡ്. ചാർജ് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ചാർജ് ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നില്ല. ഒരു ചാർജിനെ മറ്റൊരു ചാർജാക്കി മാറ്റാം എന്നല്ലാതെ അവ നശിപ്പിക്കപ്പെടുന്നില്ല. ബട്ട് മാസ് ഈസ് നോട്ട് കൺസേർഡ്. അപ്പോൾ ഫസ്റ്റ് വൺ, ചാർജ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മാസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. ചാർജ് ഈസ് കൺസേർഡ്, മാസ് ഈസ് നോട്ട് കൺസേർഡ്. പിന്നെ അടുത്തത്, ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. നമ്മൾ നേരത്തെ കണ്ടു, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അവ റിപ്പൽ ചെയ്യും, ഈക്വൽ ചാർജസ് ആണെങ്കിൽ അവ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അവ അട്രാക്ട് ചെയ്യും, ഈക്വൽ ചാർജസ് ആണെങ്കിൽ അവ റിപ്പൽ ചെയ്യും. പക്ഷേ ഫോഴ്സ് ബിറ്റ്വീൻ മാസസ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബലം, ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമായിരിക്കും. ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്പീഡ്, മാസ് ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡ്. ചാർജ് സ്പീഡുമായി ബന്ധമില്ല, പക്ഷെ മാസ് അങ്ങനെയല്ല. ഒരു വസ്തുവിന്റെ
മാസ് അതിൻ്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു തെങ്ങിൻ്റെ ചോട്ടിലിരിക്കുകയാണ്. ഒരു തേങ്ങ നമ്മുടെ തലയിൽ പതുക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് വേദന അനുഭവപ്പെടില്ല, അതിൻ്റെ ഭാരം മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അതേ തേങ്ങിനെ കുറച്ച് ഉയരത്തു നിന്നും അതേ തെങ്ങിൻ്റെ ചോട്ടിലിരിക്കണം നമ്മുടെ തലയിൽ വീണാൽ നമുക്ക് പരിക്ക് പറ്റും, നമ്മുടെ തലയിൽ മുറിവാകും. അതായത് മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഈ തേങ്ങയുടെ മാസ് നിങ്ങൾ ഉദാഹരണം എടുത്താൽ അത് വരുന്ന സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ മാസ് ഡിപ്പെൻഡ്സ് ഓൺ ചാർജ്, ബട്ട് ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്പീഡ്. മാസ് ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡ്, ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്പീഡ് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, quantization of electric charges. Total charge on any body is equal to the integral multiple of electronic charges. അതായത് ഒരു വസ്തുവിലുള്ള ആകെ ചാർജ് എന്ന് പറയുന്നത് ആ വസ്തുവിലുള്ള ആകെ ഇലക്ട്രോണുകളുടെ ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എങ്ങനെയുള്ളത്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് പോയിന്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, ഈ ഒരു ഇൻഡിജർ നമ്പർ ആയിട്ടായിരിക്കും. ക്വാണ്ടൈസേഷൻ മീൻസ് എനിത്തിങ് അവൈലബിൾ ഇൻ ഫിക്സ്ഡ് എമൗണ്ട്. ഉദാഹരണം, പേന നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ എന്താണ്, ഒരു പേന, 2 പേന, അങ്ങനെയാണ് നമ്മൾ വാങ്ങുക. അതൊരു ഫിക്സ്ഡ് എമൗണ്ടിലാണ് വാങ്ങുക. 2.5 പേന, 4.5 പേന, അങ്ങനെ നമ്മൾ വാങ്ങിക്കാറില്ല എന്ന്. അതാണ് ക്വാണ്ടൈസേഷൻ. എനിത്തിങ് അവൈലബിൾ ഇൻ ഫിക്സ്ഡ് എമൗണ്ട്. ദ സ്മോളസ്റ്റ് ചാർജ് that can exist independently is charge on one electron. അതിൽ താഴെയുള്ള ചാർജുകളുണ്ട്, പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓൺ 1 ഇലക്ട്രോൺ. ചാർജ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജസ്. അതായത് 1 ഇലക്ട്രോൺ, പോസിറ്റീവ് 1 ഇലക്ട്രോൺ, അല്ലെങ്കിൽ നെഗറ്റീവ് 1 ഇലക്ട്രോൺ, അല്ലെങ്കിൽ പോസിറ്റീവ് 2 ഇലക്ട്രോൺ, അല്ലെങ്കിൽ നെഗറ്റീവ് 2 ഇലക്ട്രോൺ, ഇങ്ങനെ ചാർജ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ 1.54, 2.68 അങ്ങനെ ചാർജ് എക്സിസ്റ്റ് ചെയ്യാറില്ല. ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടേ നിൽക്കുകയുള്ളൂ എന്ന്. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് +NE എന്ന് എഴുതിക്കൂടെ? നെഗറ്റീവ് ചാർജിനെ ഈ വ്യത്യാസം വരുന്ന നമ്പറുകളെ നമുക്ക് n എന്ന് കൊടുത്താൽ നെഗറ്റീവ് NE എന്ന് എഴുതാം. ഇവയെ കൂട്ടിച്ചേർത്ത് ഒരു വസ്തുവിലെ ചാർജ് Q +or- n ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് E എന്ന് കൊടുക്കാം. ഇതിൽ Q ചാർജ് ഓൺ എനി ബോഡി, n an ഇൻഡിജർ 1, 2, 3 അങ്ങനെ പോകുന്ന ഒരു ഇൻഡിജർ ആവാം. E എന്ന് പറയുന്നത് ചാർജ് ഓൺ 1 ഇലക്ട്രോൺ. അതെത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ആയിരിക്കും. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? Question 1, can a charge of 8 into 10⁻⁻18 coulomb be given to a body എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 8 into 10⁻⁻18 coulomb എന്ന് പറഞ്ഞ ചാർജ് ഒരു വസ്തുവിന് നൽകാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഒരു ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് പറയാം ഈ ചാർജിന് കൊടുക്കാൻ കഴിയും. അല്ല, പോയിന്റ് ഉള്ള ഒരു നമ്പർ ആണെങ്കിലോ നമുക്ക് പറയാം ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാം. അപ്പോൾ Q കിട്ടി 8 into 10⁻⁻18. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം 1.6 into 10⁻⁻19. ഇനി n എത്രയാണെന്ന് അറിയില്ല. ഇനി നമുക്ക് n കാണാം. കിട്ടിയ വാല്യൂസിനെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ 8 into 10⁻⁻18 +or- n into 1.6 into 10⁻⁻19. ഇനി നമ്മൾ ഈ n-നെ സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് 8 into 10⁻⁻18 നോമിനേറ്ററിലും ഒരു ഇലക്ട്രോണിന്റെ ചാർജായ 1.6 into 10⁻⁻19 ഡിനോമിനേറ്ററിലും കൊണ്ടുവന്നു. 10⁻⁻18 ഡിവൈഡഡ് ബൈ 10⁻⁻19 10 കിട്ടി. 8 ഡിവൈഡഡ് ബൈ 1.6. ഇതിനെ നമുക്ക് ഈ 1.6 ഡെസിമൽ കളയാൻ എന്ത് ചെയ്യാം? രണ്ട് സ്ഥലത്തും 10 കൊണ്ട് ഗുണിക്കാം. അങ്ങനെ നമുക്ക് 80 ഡിവൈഡഡ് ബൈ 16 into 10 കിട്ടി.
16നെ 5 തവണ ഗുണിച്ചാൽ നമുക്ക് 80 കിട്ടും. അല്ലെങ്കിൽ 80ൽ 16 5 തവണയുണ്ട് എന്ന് പറയാം. അങ്ങനെ n ഈക്വൽ ടു 5 × 10 50. കിട്ടിയ നമ്പർ ഒരു ഇൻറ്റീജർ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ക്യാൻ ബി എ ചാർജ് ഓഫ് എ ബോഡി എന്ന് പറയാം. ഏത്? ഇനി കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്താ നോക്കാം. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ, അതായത് പുറം എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായി ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്ത ഒരു സിസ്റ്റത്തിൽ, അടച്ചുപൂട്ടിയ ഒരു സിസ്റ്റത്തിലെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. അവയ്ക്കിടയിൽ ചാർജുകൾ എക്സ്ചേഞ്ച് നടക്കുമെങ്കിലും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഉദാഹരണം, ആദ്യം എന്താ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ. ഇതാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ. ഏതുപോലെ? കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട് പണ്ട്. അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതുപോലെയാണ് ചാർജ്. ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ കഴിയില്ല. പിന്നെ എന്തിനു കഴിയും? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ കഴിയും. ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കിയേക്കൂ, +3 ചാർജിന്റെ ഇവിടെ -2 ചാർജ്, ഇവിടെ +1 ചാർജ്. ഇനി ഇതിന് എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നന്നായി ഷെയ്ക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവ എന്ത് ചെയ്തു? ഇന്റേണലി ഇവ തമ്മിലുള്ള ചാർജുകൾ എക്സ്ചേഞ്ച് നടന്നു. അതിനു കൂടെ നോക്കിയേക്കാം ടോട്ടൽ ചാർജ് എത്രയാണെന്ന്. +3 + 1 എത്രയായി? 4 ചാർജായി. 4 - 2 ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 2 അല്ലേ ഇവിടെ. ഇനി ഇവിടെ നമ്മൾ ഷെയ്ക്ക് ചെയ്തതിനു ശേഷം ഇവിടുത്തെ ടോട്ടൽ ചാർജ് നോക്കിയാലോ. ചാർജിൽ വ്യത്യാസം വന്നു. +3 എന്തായി? ഇവിടെ +2 ആയി. +1 ഇവിടെ +3 ആയി. -2 എന്നുള്ളത് ഇവിടെ -3 ആയി. ഇനി ടോട്ടൽ നോക്കിയേക്കൂ, +2 +3 5, 5 -3 2. അപ്പൊ ടോട്ടൽ ചാർജ് 2 അല്ലേ. അതായത് ഇവിടുത്തെ നെറ്റ് ചാർജ് എത്രയായിരുന്നോ അത് തന്നെയാണ് നമ്മൾ ഷെയ്ക്ക് ചെയ്തതിനു ശേഷം ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ ചാർജും. ഇതാണ് പറയുന്നത് എന്ത്? ദ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് പറയുന്നത് എന്താണ്? ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജസ്. അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈസ് ദ ആൽജിബ്രൈക് സം ഓഫ് ചാർജസ് ഇൻ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ ബോഡി. അതായത് ഒരു വസ്തുവിന്റെ ചാർജ് എന്ന് പറയുന്നത്, നമുക്കൊരു മെറ്റീരിയൽ കിട്ടി, ആ മെറ്റീരിയലിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ചാർജുകളുടെ ആകെ തുകയായിരിക്കും. അങ്ങനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് അവയുടെ സൈന് നോക്കണം. വൈൽ ടേക്കിംഗ് ദ ആൽജിബ്രൈക് സം, the sign of the charges must be taken into account. Example, if an extended body has charges +2 +5 -3 -8 ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയെന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവയെല്ലാം കൂടി കൂട്ടുക. +2 +2 +5 -3 -8 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യം പ്ലസുകളെ കൂട്ടുക, ഇവിടെ മൈനസുകളെ കൂട്ടുക. അങ്ങനെ കൂട്ടിയാൽ നമുക്ക് +7 -11 കിട്ടും. പിന്നെ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ടാൽ 10 നിന്ന് 9 കുറച്ച് 11 സൈനായ മൈനസ് ഇട്ടാൽ 4 ഉത്തരം വന്നത്. അപ്പൊ ടോട്ടൽ ചാർജ് ഒരു മെറ്റീരിയലിന്റെ ആകെ ചാർജ് എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഭാഗത്തുമായി വിന്യസിച്ചിട്ടുള്ള ടോട്ടൽ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും ആൽജിബ്രൈക് സമ്മായിരിക്കും എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഏത് ടോപ്പിക്ക്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അതിൽ 3 പ്രോപ്പർട്ടിയാണ് ഉണ്ടായിരുന്നത്. കോണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്, കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജസ്. അത് 3ഉം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ വഴി നമുക്ക് ചാർജ് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ ചാർജിങ് ബൈ കണ്ടക്ഷൻ. Conduction means
ഡയറക്റ്റ് കോണ്ടാക്ട്. ഈ കണ്ടക്ഷൻ മെത്തേഡിലൂടെ സെയിം ടൈപ്പ് ഓഫ് ചാർജസ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ ദിസ് മെത്തേഡ്. അപ്പൊ നോക്കിയൊക്കെ ഇവിടെ ചാർജ് ഇല്ലാത്ത വസ്തുവിനെ നമുക്ക് ചാർജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇതിനെ ടച്ച് ചെയ്തു. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നെഗറ്റീവ് ചാർജുകൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടൊഴുകും. അങ്ങനെ ഈ വസ്തുവിനും എന്ത് കിട്ടി, നെഗറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ ഇതിന്റെ അടുത്ത് ടോട്ടൽ ഇപ്പൊ 2 നെഗറ്റീവ് ചാർജിന്റെ 2 ഇലക്ട്രോണുകളാണ് ഒഴുകിയതെങ്കിൽ ഇതിനും 2 ഇലക്ട്രോണുകൾ കിട്ടും. ഈ കണ്ടക്ഷൻ മെത്തേഡിന്റെ ഒരു പ്രത്യേകത സെയിം ടൈപ്പ് ഓഫ് ചാർജസ് ആണ് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക. എ ബോഡി ഹാസ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇറ്റ് ഹാസ് എക്സസ് ഇലക്ട്രോൺസ് എന്നാണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി അല്ലെങ്കിൽ എക്സസ് ഇലക്ട്രോൺ ഉള്ള ഒരു ബോഡിയാണ് നമ്മൾ ഇതിനായിട്ട് ടച്ച് ചെയ്യാൻ വെച്ചത്. ഇനി എ ബോഡി ക്യാൻ ബി ചാർജ്ഡ് ബൈ കോണ്ടാക്ട് വിത്ത് അനദർ ചാർജ്ഡ് ബോഡി. എ ബോഡി ക്യാൻ ബി ചാർജ്ഡ് ബൈ കോണ്ടാക്ട് ഇറ്റ് വിത്ത് അനദർ ചാർജ്ഡ് ബോഡി എന്നാണ് പറയുന്നത്. ഇനി ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജ് ആണ് എന്ന് പറയുന്നത് എന്താണ്, എ ബോഡി ഹാസ് പോസിറ്റീവ് ചാർജ് മീൻസ് ഇറ്റ് ഹാസ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. ഇനി എ ബോഡി ഹാസ് ന്യൂട്രൽ ചാർജ് മീൻസ് it has equal number of negative and positive charges. അല്ലെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. അല്ലാതെ ഒരു ബോഡി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞാൽ അതിന് ചാർജ് ഇല്ല എന്നല്ല അർത്ഥം, പക്ഷെ അതിലുള്ള പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും എന്നർത്ഥം. പിന്നെ ഇനി ഈ കണ്ടക്ഷൻ മെത്തേഡിലൂടെ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ത്രൂ കണ്ടക്ഷൻ മെത്തേഡ് transfer of charges takes place only if shape, size and material of both conductors are same. ഷേപ്പും സൈസും മെറ്റീരിയലും ഒരുപോലെ ആയാൽ മാത്രമേ കണ്ടക്ഷൻ വഴി നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുള്ളൂ. ചാർജ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. Induction, it is the method of electrification of a body by the presence of a charged body. മറ്റടുത്ത് നമ്മൾ എന്താണ്, കണ്ടക്ഷനിൽ ടച്ച് ചെയ്യിപ്പിച്ചിരുന്നു, ഇവിടെ എന്ത് ചെയ്യുക, അടുത്ത് കൊണ്ടുവന്ന് വെക്കുകയുള്ളൂ. വിത്തൗട്ട് കോണ്ടാക്ട് ആണ് ഇവിടെ ചാർജിങ് നടക്കുന്നത്. ഇൻഡക്ഷൻ മീൻസ് വിത്തൗട്ട് കോണ്ടാക്ട്. ഇൻ ദിസ് മെത്തേഡ് ഓപ്പോസിറ്റ് ചാർജസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. കണ്ടക്ഷനിലാണെങ്കിലോ സെയിം ടൈപ്പ് ഓഫ് ചാർജസ് ആണ് ഉണ്ടാവുക. നെഗറ്റീവ് ചാർജ് ബോഡിയെ കൊണ്ടുവന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജാണ് നമ്മൾ ടച്ച് ചെയ്യുന്ന വസ്തുവിന് കിട്ടുക. ഇവിടെ അങ്ങനെയല്ല, പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജുള്ള വസ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ നോക്കിയേക്കൂ, ഒരു നെഗറ്റീവ് ചാർജുള്ള വസ്തുവിന് കൊണ്ടുവന്ന് ഒരു ഏത് ബോഡിയാണോ ചാർജ് ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് റിപ്പൽ ചെയ്യുന്നു. അപ്പൊ ഈ വസ്തുവിലുള്ള നെഗറ്റീവ് ചാർജ് ഒക്കെ എന്ത് ചെയ്യും, ഇതിന്റെ ഈ ഡയറക്ഷൻ എതിർവശത്ത് പോയി നിൽക്കും. ഈ ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും, ഈക്വൽ ചാർജസ് റിപ്പൽ ചെയ്യും. അപ്പൊ ഈക്വൽ ചാർജസ് റിപ്പൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പൊ എ എന്ന് പറയുന്ന വസ്തുവിലെ നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി നിൽക്കും. ഓപ്പോസിറ്റ് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെ ഇതിലെ പോസിറ്റീവ് ചാർജുകളൊക്കെ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. ഇനി നമ്മൾ ഈ വസ്തുവിനെ മാറ്റിക്കഴിഞ്ഞാലോ, ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ എ എന്ന് വസ്തുവിലെ ചാർജ് പഴയ മാതിരി തന്നെയായി നിൽക്കുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതിനെ നമ്മളൊരു കണ്ടക്ടറുമായിട്ട് ടച്ച് ചെയ്യിക്കുകയാണ്. കണ്ടക്ടറുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള എക്സസ് ഇലക്ട്രോൺ ഈ കണ്ടക്ടറിലേക്ക് പാസ് ചെയ്യും. നമ്മൾ പഠിച്ചു ഇലക്ട്രോണുകൾ നഷ്ടമായാൽ പോസിറ്റീവ് ചാർജ് ലഭിക്കും എന്ന്. അങ്ങനെ ഈ എ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇപ്പം എന്തായി മാറി, പോസിറ്റീവ് ചാർജായി മാറി. ഇനി ഇതിപ്പോ എന്താണ് നമ്മൾ പഠിച്ചു, ഇൻഡക്ഷൻ വഴി ഓപ്പോസിറ്റ് ചാർജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ നെഗറ്റീവ് ചാർജ് ആയ ഒരു വസ്തുവിനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മെറ്റീരിയൽ കിട്ടി. ഇനി ഇതുപോലെ തിരിച്ചും ചെയ്യാം. നമ്മളിപ്പോ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആയ വസ്തുവിനെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് ആയ ഒരു മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ സ്വാഭാവികമായും ഇതിലുള്ള ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും. അങ്ങനെ നെഗറ്റീവ് ചാർജസ് ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കും, ഈക്വൽ ചാർജസ് റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ചാർജസ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നിൽക്കും. ഇനി നമുക്ക് ഇതിനെ ഇതേ അവസ്ഥയിൽ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, എ എന്ന് പറയുന്ന മെറ്റീരിയലിനെ ഒരു എർത്തിങ് വയർ ഉപയോഗിച്ച് എർത്ത് ചെയ്യാണ്. എർത്തിന്റെ ഒരു പ്രത്യേകത
എർത്ത് ഈസ് എ ബാങ്ക് ഓഫ് ഇലക്ട്രോൺസ്. ആവശ്യക്കാർക്ക് ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്യാനും ആവശ്യക്കാരിൽ നിന്ന് ഇലക്ട്രോണുകളെ വാങ്ങിക്കാനും എർത്തിന് കഴിയും. ഇവിടെ ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എർത്തിൽ നിന്നും ഇലക്ട്രോണുകൾ ഒഴുകി ഇവയെ എല്ലാം എന്തായി മാറ്റും? നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിളായി മാറ്റും. ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അവയ്ക്ക് നെഗറ്റീവായി മാറിയില്ലേ? അങ്ങനെ നമുക്ക് നെഗറ്റീവ് ചാർജുള്ള ഒരു മെറ്റീരിയലിനെ ഉണ്ടാക്കിയെടുക്കാൻ ഇൻഡക്ഷൻ മെത്തേഡിലൂടെ കഴിയും. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. If two bodies are rubbed each other continuously, their kinetic energy will change into thermal energy. Due to this, the electrons in the outermost shell will flow from one body to the other. അങ്ങനെയാണ് നമ്മൾ കണ്ട സ്കെയിലിന്റെയും പേനയുടെയൊക്കെ ഉദാഹരണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, അത് നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസിനെയും വൂളിനെയും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിൽ നിന്നും പോസിറ്റീവ് ചാർജ് വൂളിന് കിട്ടും. അപ്പൊ ഗ്ലാസ് പോസിറ്റീവായി മാറി, ഇലക്ട്രോണുകളെ കിട്ടിയ വൂള് നെഗറ്റീവായി മാറി. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ സീക്വൻസ് ഇതുപോലെ എഴുതിയെടുക്കുക. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ വലതുഭാഗത്തുള്ള ഏത് വസ്തുവിനെയും ഇടതുഭാഗത്തുള്ള ഏത് വസ്തുവിനെയും വലതുഭാഗത്തുള്ള വസ്തുവുമായി റബ്ബ് ചെയ്താൽ ഈ ഇടതുഭാഗത്തുള്ളതിന് പോസിറ്റീവ് ചാർജും വലതുഭാഗത്തുള്ളതിന് നെഗറ്റീവ് ചാർജുമായിരിക്കും കിട്ടുക. ഇപ്പോൾ എക്സാമ്പിൾ, ബൈ റബ്ബിംഗ് ഗ്ലാസ് ആൻഡ് വൂൾ, ഗ്ലാസ് വിൽ ഗെറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് വൂൾ വിൽ ഗെറ്റ് നെഗറ്റീവ് ചാർജ്. ഇനി അതിന് പകരം ഗ്ലാസും സിൽക്കുമാണെങ്കിലും അതെ, സിൽക്കിന് നെഗറ്റീവ് ചാർജും ഗ്ലാസിന് പോസിറ്റീവ് ചാർജും കിട്ടും. ഇപ്പോൾ വാക്സും റെസിനുമാണെങ്കിൽ വാക്സിന് പോസിറ്റീവ് ചാർജും റെസിന് നെഗറ്റീവ് ചാർജും കിട്ടും. അത് മറ്റുദാഹരണങ്ങളാണ്. എ കാർ ഗെറ്റ്സ് ഇലക്ട്രിക്കലി ചാർജ്ഡ് വെൻ ഇറ്റ് റൺസ് ഇൻ ഡ്രൈ എയർ. അതേപോലെ നമ്മൾ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ടയർ ഭൂമിയിൽ ടച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു പുക കാണാൻ പറ്റും. ഇത് ഫ്രിക്ഷന് മറ്റൊരു ഉദാഹരണമാണ്. ഫ്ലൈറ്റ് വായുവിലൂടെ പറക്കുമ്പോൾ വായുവുമായുള്ള ഫ്രിക്ഷൻ മുഖേന ഫ്ലൈറ്റിന്റെ ബോഡിയിൽ ധാരാളം ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവ ഫ്ലൈറ്റ് ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ടയർ അല്പം മെറ്റാലിക് ആയിരിക്കും. അങ്ങനെ ഇതെന്ത് ചെയ്യാണ്, ഈ എക്സസ് ആയ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കും ഭൂമിയുമായിട്ട്. ആ സമയത്ത് കാണുന്നത് സ്റ്റാറ്റിക് എനർജിയിലെ ട്രാൻസ്ഫർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂമായിട്ട് അല്ലെങ്കിൽ പുകയായിട്ട് കാണുന്നത്. ഇതോടെ നമ്മൾ ഇതിലുള്ള എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ചാർജസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജസ് ആൻഡ് മാസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, അതിൽ തന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജ്, പിന്നെ മെത്തേഡ്സ് ഓഫ് ഇലക്ട്രിഫിക്കേഷനിൽ ചാർജിംഗ് ബൈ കണ്ടക്ഷൻ, ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ, ചാർജിംഗ് ബൈ ഫ്രിക്ഷൻ.